ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോമേറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BSc സുവോളജിയിലെ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന ടോപ്പിക്കിലെ അതിൻ്റെ ലൈഫ് സൈക്കിളാണ്. പ്ലാസ്മോഡിയം വൈവാക്സിന് മുമ്പായിട്ടുള്ള എൻഡമീബ ഹിസ്റ്റോളിക്കയുടെ ലൈഫ് സൈക്കിൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിൾ രണ്ട് ഫേസ് ആയിട്ടാണ് ഉള്ളത്. ഒന്ന് സെക്ഷൽ ഫേസും രണ്ടെന്ന് പറയുന്നത് എസെക്ഷൽ ഫേസും. എസെക്ഷൽ ഫേസിലും തന്നെ രണ്ട് രീതിയിലുള്ള ഉണ്ട്. ഒന്ന് എക്സോ എരിത്രോസൈറ്റിക്കും പിന്നെ ഉള്ളത് എരിത്രോസൈറ്റിക്ക് അല്ലെങ്കിൽ എൻഡോ എരിത്രോസൈറ്റിക്ക്. അപ്പം എക്സോ എരിത്രോസൈറ്റിക്കും ഉണ്ട്, എൻഡോ എരിത്രോസൈറ്റിക് പാർട്ടും ഉണ്ട്, പിന്നെ സെക്ഷൽ ഫേസും ഉണ്ട്. രണ്ട് ഫേസും ഉണ്ട്. എസെക്ഷലാണെങ്കിൽ അതിൽ തന്നെ അകത്ത് തന്നെ രണ്ട് ഫേസും ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് എസെഷ്യൽ ഫേസ് നോക്കാം. എസെഷ്യൽ ഫേസിൽ ആദ്യത്തേന്ന് പറയുന്നത് എക്സോ എരിത്രോസൈറ്റിക് ആണ്. അപ്പം ആദ്യത്തെ കേസിൽ ദ ഇൻഫെക്റ്റഡ് സ്റ്റേജ് ഓഫ് ദ പാരസൈറ്റ് ഈസ് സ്പോറോസോയിഡ്. ദസ് വെൻ ദിസ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ്സ് എ മാൻ ദ സ്പോറോസോയിഡ് ഇൻജെക്റ്റഡ് ഇൻ ടു ദ ബ്ലഡ്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഇൻഫെക്റ്റഡ് സ്റ്റേജിലിരിക്കുമ്പോൾ ആ പാരസൈറ്റിക് അവരുടെ ഇൻഫെക്റ്റഡ് സ്റ്റേജ് ആയിട്ടുള്ള സ്പോറോസോയിറ്റിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഹ്യൂമൻ ബീൻസിൽ അവർ ബൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഫെക്റ്റഡ് സ്റ്റേജ് ആയിട്ടുള്ള സ്പോറോസോയിറ്റ് അവരുടെ ബ്ലഡിൽ ഹ്യൂമൻ ബീൻ്റെ ബ്ലഡിലേക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, കലരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പോറോസോയിറ്റ് ഹ്യൂമൻ്റെ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദി സ്പോറോസോയിറ്റ് ഈസ് സ്പിൻഡിൽ ഷേപ്ഡ് ബോഡീസ് ആൻഡ് ആഫ്റ്റർ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ബ്ലഡ് ഇറ്റ് ലീവ്സ് ദെയർ ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ ലിവർ. സോ ഈ ഒരു സ്പോറോസോയിറ്റ് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. അത് മാത്രമല്ല അത് ബ്ലഡിൽ എൻ്റർ ചെയ്ത ഉടനെ തന്നെ അത് പിന്നീട് ഈ ബ്ലഡിൽ നിന്നും ലീവ് ചെയ്തിട്ട് ഹ്യൂമൻ ബീൻസിൻ്റെ ലിവറിലേക്ക് എത്തുന്നു. അപ്പോൾ അത് ബ്ലഡിൽ ഒരിക്കലും അത് സ്റ്റേ ചെയ്യുന്നില്ല. ആ ബ്ലഡിൽ നിന്നും അവർ ലീവ് ചെയ്ത് ബ്ലഡ് വഴി അവർ ലിവറിലേക്ക് എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. After it enters the liver, it rapidly grows its size and becomes a spherical body which is known as ഷൈസോണ്ട്. സോ ഇത് ലിവറിൽ എത്തിയതിന് ശേഷം ഈ ഒരു സ്പോറോസോയിറ്റ് ഡെവലപ്പ് ചെയ്ത് അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്ത് ഒരു സ്ഫെരിക്കൽ ബോഡി ആയിട്ട് മാറുന്നു. ആ ഒരു സ്ഫെരിക്കൽ ബോഡീനെയാണ് ഷൈസോണ്ട് എന്ന് പറയുന്നത്. അവിടെ ന്യൂക്ലിയസിൻ്റെ ഡിവിഷനൊക്കെ നടക്കുന്നു. ന്യൂക്ലിയസ് അണ്ടർഗോസ് കണ്ടിന്യൂസ് ഡിവിഷൻ or repeated division and each of these nucleus by repeated division gets surrounded by a bit of cytoplasm and it is called as the cryptomerozoites. അപ്പം നമ്മൾ ലിവറിലേക്ക് അത് എൻ്റർ ചെയ്തത് ഉടനെ സ്പോറോസോയിറ്റ് ബ്ലഡിലേക്ക് ഫസ്റ്റ് കലരുന്നു. ആ ബ്ലഡിൽ നിന്നും അത് നേരെ ലിവറിലേക്ക് പോകുന്നു. ലിവറിൽ എൻ്റർ ചെയ്തതിന് ഉടനെ തന്നെ അത് റാപ്പിഡ്ലി അതിൻ്റെ സൈസ് ഗ്രോ ചെയ്തിട്ട് ഷൈസോണ്ട് സ്റ്റേജ് ആയിട്ട് മാറുന്നു. ഈ ഒരു ഷൈസോണ്ട് സ്റ്റേജിൽ എഗെയിൻ ന്യൂക്ലിയസിലെ ഡിവിഷൻ ഉണ്ടാവുകയും അവർക്ക് ചുറ്റുമായിട്ട് ഒരു ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസം ഇങ്ങനെ രൂപപ്പെട്ട് ആ ഒരു സൈസ് ഇൻക്രീസ് ചെയ്ത് അത് വേറൊരു സ്ഫെരിക്കൽ ബോഡിയായിട്ട് മാറുന്നു. അതിന് പറയുന്ന പേരാണ് ക്രിപ്റ്റോമീറോസോയിറ്റ്സ്. അപ്പം ഷൈസോണ്ട് എന്തായിട്ട് മാറി, ക്രിപ്റ്റോമീറോസോയിറ്റ്സ് ആയിട്ട് മാറി. Again, these cryptomerozoites get liberated into liver sinusoids. അപ്പോൾ ഈ ക്രിപ്റ്റോമീറോസൈറ്റ്സ് ലിവർ സൈനസോയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ പോകുന്നു. Again, these cryptomerozoites invert fresh liver cells and grows into metacryptomerozoites. ഫ്രഷ് ആയിട്ടുള്ള ലിവർ സെൽസിനെ ഇൻവേർഷൻ സംഭവിച്ചിട്ട് ഈ ക്രിപ്റ്റോമീറോസൈറ്റ്സ് എഗെയിൻ മെറ്റാക്രിപ്റ്റോമീറോസോയിറ്റ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ക്രിപ്റ്റോമീറോസൈറ്റ്സ് ലിവറിൽ തന്നെ എന്തായിട്ട് മാറുന്നു, മെറ്റാക്രിപ്റ്റോമീറോസൈറ്റ്സ് ആയിട്ട് മാറുന്നു. ഈ മെറ്റാക്രിപ്റ്റോമീറോസൈറ്റ്സ് ഒന്നീ ഫ്രഷ് ആയിട്ടുള്ള സെൽസിനെ ഹെപ്പാറ്റിക് സെൽസിനെ റീഇൻഫെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നേ അത് പുതിയ ഹെപ്പാറ്റിക് സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അത് ബ്ലഡ് സ്ട്രീംസിൽ എൻ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സോ എരിത്രോസൈറ്റിക്കാണ് പറഞ്ഞത്. ഇനിയുള്ളത് എരിത്രോസൈറ്റിക്കാണ്. അപ്പോൾ എരിത്രോസൈറ്റിക് എന്ന് പറയുമ്പോൾ ബ്ലഡിൽ നടക്കുന്നതാണ്. എക്സോ എരിത്രോസൈറ്റിക് എന്ന് പറയുമ്പോൾ എവിടെയാണ്, ബ്ലഡിന് പുറത്തായിട്ട് ലിവറിൽ എൻ്റർ ചെയ്തിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ നമുക്ക് ബ്ലഡിൽ അത് എൻ്റർ ചെയ്യുമ്പോഴുള്ള സംഭവങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മെറ്റാക്രിപ്റ്റോസോയിറ്റ്സ് ആയിട്ട് മാറുമ്പോൾ ഈ മെറ്റാക്രിപ്റ്റോസോയിറ്റ്സ് എന്താവുന്നു, RBCയുടെ കണ്ടൻറ്റിനെ ഫീഡ് ചെയ്തിട്ട് അവിടെ RBCനെ ഫീഡ് ചെയ്തുകൊണ്ട് അവർ സൈസ് ഗ്രോ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ മെറ്റാക്രിപ്റ്റോസോയിറ്റ്സ് ഫീഡ് ഓൺ ദ കണ്ടൻറ്റ്സ് ഓഫ് ദി RBCs ആൻഡ് ഗ്രോസ് ഇൻ സൈസ്. ഇറ്റ് ഗ്രോസ് ഇൻ ടു ട്രോഫോസോയിറ്റ്. ബ്ലഡിലാണെങ്കിൽ ഈ ഒരു മെറ്റാക്രിപ്റ്റോസോയിറ്റ്സ് ഫീഡ് ചെയ്ത് ബ്ലഡിലെ RBC കണ്ടൻസിനെ ഫീഡ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഫസ്റ്റ് ഫോമാണ് ട്രോഫോസോയിറ്റ് എന്ന് പറയുന്നത്. ഈ ട്രോഫോസോയിറ്റ് പിന്നീടായിട്ട് സിഗ്നറ്റ് റിംഗ് സ്റ്റേജാണ്. സിഗ്നറ്റ് റിംഗ് സ്റ്റേജ് അമീബോയിഡ് സ്റ്റേജാണ്. അമീബോയിഡ് സ്റ്റേജ് ഷൈസോൺ സ്റ്റേജാവും.
ഓക്കെ, അപ്പോൾ ഈ ഓരോ സ്റ്റേജിൻ്റെയും പ്രത്യേകതകൾ എന്തെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈ സിഗ്നറ്റ് റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ട്രോഫോസോയിറ്റ്, അതിന് തൊട്ട് മുമ്പായിട്ടുള്ള ട്രോഫോസോയിറ്റിൻ്റെ പ്രോമിനൻ്റ് വാക്യൂൾസ് എന്ത് ചെയ്യുന്നു, സൈറ്റോപ്ലാസിൽ അപ്പിയർ ചെയ്തിട്ട് അതിൻ്റെ ന്യൂക്ലിയസിനെ പുഷ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു വാക്യൂൾ കണക്ക് ഉണ്ടായിട്ട് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ന്യൂക്ലിയസിനെ എല്ലാം പുഷ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ഒരു സൈസ് ഗ്രോ ചെയ്യാനായിട്ട് പോകും. ഈ ഒരു സ്റ്റേജാണ് സിഗ്നറ്റ് റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഈ സിഗ്നറ്റ് റിംഗ് സ്റ്റേജിൽ ടോട്ടലി ആ ഒരു വാക്യൂൾ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്ത് പോകും, എന്നിട്ട് ടോട്ടലി അവരെ ഒക്കുപ്പൈ ചെയ്യും. അങ്ങനെയുള്ളൊരു സ്റ്റേജാണ് അമീബോയ്ഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അത് ഷൈസോണ്ടായിട്ട് മാറുന്നു എന്ന് പറയും. ഷൈസോണ്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അമീബോയ്ഡ് സ്റ്റേജിലുണ്ടായിരുന്ന പാരസൈറ്റ് അല്ലെങ്കിൽ ഈ അമീബോയ്ഡ് പാരസൈറ്റ് വീണ്ടും റൗണ്ടഡ് ചെയ്യും, എഗെയിൻ ഡെവലപ്പ് ചെയ്ത് വീണ്ടും റൗണ്ടഡ് ചെയ്ത് മൾട്ടിപ്പിൾ ഫിഷനൊക്കെ തയ്യാറായിട്ട് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് സംഭവിച്ചുണ്ടാവുന്ന ഒരു ഫോമാണ് ഷൈസോണ്ട് ഫോം എന്ന് പറയുന്നത്. സോ എന്താണ് ഓർഡർ എന്ന് പറയുന്നത്? മെറ്റാക്രിപ്റ്റോസോയിറ്റ്സ്, ട്രോഫോസോയിറ്റ്, സിഗ്നറ്റ് റിംഗ് സ്റ്റേജ്, അമീബോയ്ഡ് സ്റ്റേജ്, ഷൈസോണ്ട്. നമ്മൾ എക്സോ എറിത്രോസൈറ്റിക് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? ആദ്യം അത് ഷൈസോണ്ടായിട്ട് മാറുന്നു, ഷൈസോണ്ട് പിന്നെ ക്രിപ്റ്റോമീറോസോയിറ്റ്സ് ആയിട്ടും, ക്രിപ്റ്റോമീറോസോയിറ്റ്സ് പിന്നെ മെറ്റാക്രിപ്റ്റോമീറോസോയിറ്റ്സ് ആയിട്ട് മാറുന്നു. ഇവിടെ മെറ്റാക്രിപ്റ്റോസോയിറ്റ്സിൽ നിന്നും പിന്നെ ഷൈസോണ്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. And then at this stage yellowish or orange granules called Schaffner's dot appears. ഈ ഒരു ഷൈസോണ്ട് സ്റ്റേജിൽ അതിൻ്റെ അകത്തായിട്ട് ഒരുപാട് ഗ്രാന്യൂൾസ് പ്രസൻ്റ് ആയിട്ട് കാണപ്പെടുന്നു. അതൊരു ഡോട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സിൽ ഗ്രാന്യൂൾസ് ആണ് കാണുന്നത്. അതിനെ പറയുന്ന പേരാണ് ഷഫ്നേഴ്സ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് സ്റ്റേജ്. ഇത് മാത്രമല്ല, ആർ ബി സിയുടെ കേസിലാണെങ്കിൽ ഈ പാരസൈറ്റ് എന്താണ് ആർ ബി സിയിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ദി പാരസൈറ്റ് കൺസ്യൂംസ് ദ ഹീമോഗ്ലോബിൻ ആൻഡ് എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദി ഡൈജഷൻ ഈസ് ഹീമോസോയിൻ ആൻഡ് ദീസ് ഹീമോസോയിൻ അക്യുമുലേറ്റ്സ് ഇൻ ദ ഹോസ്റ്റ് സെൽ. ഈ ഹ്യൂമൻ ബീൻസിൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു പാരസൈറ്റ് ആർ ബി സിയുടെ ഹീമോഗ്ലോബിൻ എല്ലാം കൺസ്യൂം ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു പ്രൊഡക്റ്റാണ് ഹീമോസോയിൻ എന്ന് പറയുന്നത്. ഈ ഹീമോസോയിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഈ പാരസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആർ ബി സിയിൽ ഹീമോസോയിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്മയിൽ ഹീമോസോയിൻ്റെ അളവ് കൂടും. അങ്ങനെ അളവ് കൂടുമ്പോൾ അവിടെ സെൽ ബേസ്റ്റിന് കാരണമാവുന്നു. അത് മാത്രമല്ല, ഈ ഒരു ഹീമോസോയിൻ ലിവറിലും പിന്നെ ഈ സ്പ്ലീൻസ് അതുപോലുള്ള ചില ഓർഗൻസിലൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒരു അക്യുമുലേഷനും യഥാർത്ഥത്തിൽ ഒരു പാത്തോജനിസിറ്റി തന്നെയാണ്. ഇത് ആർ ബി സിയിൽ നടക്കുന്ന കാര്യമാണ്. ആർ ബി സിയിൽ ഈ എറിത്രോസൈറ്റിക് സൈക്കിൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണിത്. അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? ഷഫ്നേഴ്സ് ഡോട്ടിനെ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷഫ്നേഴ്സ് ഡോട്ട് ഈ ഷൈസോണ്ടിൽ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ഷൈസോഗണി എന്ന് പറയുന്നത്. അപ്പം ഷൈസോണ്ട് എന്ത് ചെയ്യുന്നു? ഷൈസോഗണി അണ്ടർഗോ ചെയ്തിട്ട് മീറോസോയിറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഷൈസോണ്ടിൻ്റെ അകത്ത് ഗ്രാന്യൂൾസ് പ്രസൻ്റ് ആയിട്ട് വരുന്നു. ആ ഒരു ഡോട്ടിനെയാണ് ഷഫ്നേഴ്സ് ഡോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഷൈസോണ്ടിൽ ഷൈസോഗണി ഉണ്ടായതിന് ശേഷം ഷൈസോഗണി പ്രോസസ്സ് ഉണ്ട്, അതായത് ഡെവലപ്മെൻറ്റ് നടന്നതിന് ശേഷമായിട്ട് മീറോസോയിറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മീറോസോയിറ്റ്സ് ഈ എറിത്രോസൈറ്റിൻ്റെ ബേസ്റ്റ് ചെയ്തിട്ട് ഈ മീറോസോയിറ്റ് പുറത്തേക്ക് വരുന്നു, പ്ലാസ്മയിലേക്ക് റിലീസ് ചെയ്യുന്നു. അവിടെ നിന്നും വീണ്ടും അത് എറിത്രോസൈറ്റിക് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ആ സൈക്കിൾ അവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏകദേശം 48 മണിക്കൂർ സമയം മാത്രം മതി ഒരു സൈക്കിൾ അവർക്ക് തീർത്തിട്ട് അടുത്തൊരു സൈക്കിൾ തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ 48 മണിക്കൂർ കൊണ്ട് തന്നെ അത് വീണ്ടും പുതിയ സൈക്കിൾ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സഡൻ റിലീസായിട്ട് ഇങ്ങനെ മീറോസോയിറ്റിനെ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ബോഡിയിൽ ഒരു സൈനൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിരിക്കും. സിംറ്റംസ് ഒക്കെ ഉണ്ടാവും, ഫീവറും ഫീവറൊക്കെ ആയിട്ട് പേഷ്യൻസിന് ഇൽനെസ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് നമുക്കറിയാം, ഒരു ആദ്യത്തെ സമയത്ത് ഈ മലേറിയൽ സിംറ്റംസ് ഒന്നും ഉണ്ടാവത്തില്ല. അവർക്കൊരു ഇൻക്യുബേഷൻ പീരിയഡിൻ്റെ ആവുമ്പോഴാണ് അത് മലേറിയൽ നമുക്കൊരു സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോഴൊന്നും പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ല. ആ ഒരു പീരിയഡിനെയാണ് ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള സൈക്കിളാണ്. അതിൽ നമ്മൾ എക്സോ എറിത്രോസൈറ്റിക്കും എൻഡോ എറിത്രോസൈറ്റിക് അല്ലെങ്കിൽ എറിത്രോസൈറ്റിക് സൈക്കിളും പഠിച്ചു. ഇനി ഇത് കഴിഞ്ഞ് സെക്ഷൽ ഫേസാണ്. എസെൻഷ്യൽ ഫേസ് കഴിഞ്ഞു. ഇനി സെക്ഷൽ ഫേസിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മൈക്രോ ഗ്യാമേറ്റ്സിൻ്റെ പ്രൊഡക്ഷനാണ്. മൈക്രോ ഗ്യാമറ്റോസൈറ്റ്സിൽ നിന്നും മൈക്രോ ഗ്യാമേറ്റ്സിൻ്റെ പ്രൊഡക്ഷനാണ്. ഫ്ലജല്ലൽ ഫോർമേഷൻ വഴിയാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോ ഗ്യാമറ്റോസൈറ്റ്സിൽ നിന്നും ഫ്ലജല്ലൽ ഫോർമേഷൻ വഴി ഉണ്ടാകുന്ന ഒരു പ്രോസസ്സിനെയാണ് എക്സ് ഫ്ലജല്ലേഷൻ എന്ന് പറയുന്നത്. സോ എക്സ് ഫ്ലജല്ലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. നമുക്കറിയാം എന്താണ് മൈക്രോ ഗ്യാമേറ്റ്സ്? മെയിലും ഫീമെയിലും ആയിട്ടുള്ള ഗ്യാമേറ്റ്സ് ആണ്. അതാണ് മൈക്രോ ഗ്യാമേറ്റ്സും മാക്രോ ഗ്യാമേറ്റ്സും.
അപ്പോൾ ഇതാണ് മൈക്രോ ഗ്യാമറ്റോസൈറ്റിൽ നിന്നും മാക്രോ ഗ്യാമറ്റോസൈറ്റിൽ നിന്നും ഫോം ചെയ്യുന്നത്. നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിൽ മൈക്രോസ്പോറോജെൻസിസും മാക്രോസ്പോറോജെൻസിസ് ഒക്കെ പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മെഗാസ്പോറോജെൻസിസ് ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാമറ്റ് ഫോർമേഷനാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. അത് ഫ്ലജെല്ലയും കൂടെ ഒരു ഫോർമേഷൻ വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എക്സ് ഫ്ലജെല്ലേഷൻ എന്ന് പറയുന്നത്. പാരസൈറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇങ്ങനെയാണ് ആ ഒരു സെക്ഷൽ ഫേസ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ മാക്രോ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നു. ഇപ്പോൾ മാക്രോ ഗ്യാമേറ്റും മൈക്രോ ഗ്യാമേറ്റും ഫോം ചെയ്തു. ഈ മാക്രോ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ടിൽ നിന്നും ഊക്കൈനേറ്റ് ഫോം ചെയ്യുന്നു. ഈ ഊക്കൈനേറ്റ് എന്ന് പറയുന്നത് നല്ല മോട്ടേഡ് ആയിട്ടുള്ള എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ്. ഊക്കൈനേറ്റ് പിന്നെ സിസ്റ്റായിട്ട് മാറുന്നു. സിസ്റ്റിലെ എൻസിസ്റ്റ്മെൻറ്റ് നടക്കുന്നതാണ് ഈ ഒരു സിസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ അത് സ്പോറോസോയിറ്റായിട്ട് മാറുന്നു. അപ്പോൾ ഈ സ്പോറോസോയിറ്റിൻ്റെ ഫോർമേഷനെയാണ് സ്പോറോഗണി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എങ്ങനെ നമ്മൾ ഈ ഊസിസ്റ്റ് ഫോർമേഷൻ കിട്ടി? ഈ ഊസിസ്റ്റ് ബേസ്റ്റ് ചെയ്തിട്ട് ആണ് സ്പോറോസോയിറ്റിനെ റിലീസ് ചെയ്യുന്നത്. സ്പോറോസോയിറ്റിന് മോസ്കിറ്റോയുടെ ഹീമോലിംഫിലാണ് റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഫ്രം വെയർ ദേ മൈഗ്രേറ്റ് ഇൻ ടു ദ സലേവറി ഗ്ലാൻഡ്സ്. അപ്പോൾ മോസ്കിറ്റോയിൽ ഇതെത്തിയതിന് ശേഷം മോസ്കിറ്റോയിൽ ആ ഒരു പാരസൈറ്റിക് ഫോം ഉണ്ടാകുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് സലേവറി ഗ്ലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് അടുത്ത ഇൻഫെക്ഷനായിട്ട് പുതിയ ഒരു ഹ്യൂമൻ ബ്ലഡിലേക്കുള്ള ഇൻഫെക്ഷനായിട്ട് ഈ ഒരു പാരസൈറ്റ് കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പകുതി കാര്യങ്ങൾ നടന്നത് ഹ്യൂമൻസിലാണ്. പിന്നെ സെക്ഷൽ ഫേസ് നടന്നത് എവിടെയാണ്? മോസ്കിറ്റോയിൽ നിന്നാണ്. അപ്പോൾ ഒരു ഇൻഫെക്റ്റ് ആയിട്ടുള്ള മാനിനെ മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ സെക്ഷൽ ഫേസ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ എഗെയിൻ വീണ്ടും ഈ ഒരു ഫോർമേഷൻ നമ്മൾ ബോഡിയിലെ സെക്ഷൽ ഫേസിൽ ആ ഒരു മോസ്കിറ്റോയിൽ വീണ്ടും എന്ത് നടക്കുന്നു? സ്പോറോസോയിറ്റ് പാരസൈറ്റിക് ഫോം ഉണ്ടായിട്ട് അല്ലെങ്കിൽ സ്റ്റേജ് ഉണ്ടായിട്ട് ഈ ഒരു സ്റ്റേജിനെ വീണ്ടും വേറൊരു മനുഷ്യനിലേക്ക് അവർ ഇഞ്ചെക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു മലേറിയൽ ട്രാൻസ്ഫറിങ് നടക്കുന്നു. അത് എല്ലാവരിലേക്കും ഇങ്ങനെ പെട്ടെന്ന് പകരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊരു പകർച്ചവ്യാധിയായിട്ട് തന്നെ കണക്കാക്കുന്നത്. ഇനി നമുക്ക് ആ ടെസ്റ്റിലെ ഫിഗർ വെച്ചും കൂടെ ഒന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റിലെ ഫിഗർ നോക്കാം. സോ നമ്മൾ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ ആ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. രണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സെക്ഷൽ ഫേസ് സൈക്കിൾ ഇൻ മോസ്കിറ്റോയും പിന്നെ എസോഷ്യൽ ഫേസ് സൈക്കിൾ ഇൻ മാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എസോഷ്യൽ ഫേസ് മാനിലും സെക്ഷൽ ഫേസ് മോസ്കിറ്റോയിലുമാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്പോറോസോയിറ്റ് നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിച്ച പോലെ എസോഷ്യൽ ഫേസ് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്ന പോലെ ഒരു ജസ്റ്റ് നമുക്ക് തന്നെ അനുഭവിക്കുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ മതി. അല്ല തിയറി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ ഇത് സിമ്പിളാണ്. സോ ഈ ഒരു സെക്ഷൽ ഫേസിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മോസ്കിറ്റോയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷൽ ഫേസിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മോസ്കിറ്റോ നമ്മളെ ബൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്പോറോസോയിറ്റ് ലിവർ സെല്ലിലേക്ക് വരുന്നു. പിന്നെ അത് ക്രിപ്റ്റോമീറോസോയിറ്റ് ആയിട്ട് മാറുന്നു. ക്രിപ്റ്റോമീറോസൈറ്റിലേക്ക് എക്സോ എരിത്രോസൈറ്റിക്കും ഉണ്ട്, എൻഡോ എരിത്രോസൈറ്റിക്കും ഉണ്ട്. എക്സോ എരിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡിലല്ല, ലിവർ സെല്ലിലാണ് നടക്കുന്നത്. അപ്പോൾ ലിവർ സെല്ലിൽ നടക്കുന്നതാണ്. പിന്നീട് അത് തിരിച്ച് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? വീണ്ടും അത് RBCയിലേക്ക് ബ്ലഡിലേക്ക് റിലീസ് ചെയ്തിട്ട് അവിടെ എരിത്രോസൈറ്റിക് സൈക്കിൾ ഉണ്ടാകുന്നു. എരിത്രോസൈറ്റിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ RBC പിന്നെ സിഗ്നറ്റ് റിംഗ് സ്റ്റേജ് ആവുന്നു, അമീബോയ്ഡ് സ്റ്റേജ് ആവുന്നു, പിന്നെ അത് മീറോസോയിറ്റിക് ആവുന്നു. ആ മീറോസോയിറ്റിൽ നിന്നാണ് എന്ത് റിലീസ് ചെയ്യുന്നത്? മീറോസോയിറ്റ്സ് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ ഗ്യാമറ്റോസൈറ്റ്സ് റിലീസ് ആവുകയും മീറോസോയിറ്റ്സ് നമുക്ക് ഷിഫ്നേസ് ഡോട്ട് എന്നൊക്കെ നമുക്ക് അറിയാം. ഷിഫ്നേസ് ഡോട്ടാണ് ആ ഒരു ബ്ലാക്ക് സ്പോട്ടഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഗ്യാമറ്റോസൈറ്റ് എന്ത് ചെയ്യുന്നു? അടുത്ത മോസ്കിറ്റോ ഇഞ്ചെക്റ്റ് ചെയ്യാം മോസ്കിറ്റോയുടെ ബോഡിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോസ്കിറ്റോയിൽ നിന്ന് ഗ്യാമറ്റോസൈറ്റ് മോസ്കിറ്റോയുടെ ബോഡിക്കകത്തേക്ക് കയറുകയും അത് മോസ്കിറ്റോയുടെ സലേവറി ഗ്ലാൻഡിലാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സലേവറി ഗ്ലാൻഡിൽ നിന്നും പിന്നീട് അത് ഫീമെയിൽ ഗ്യാമറ്റോസൈറ്റും മെയിൽ ഗ്യാമറ്റോസൈറ്റും ഫോം ചെയ്തിട്ട് ഫീമെയിൽ ഗ്യാമറ്റും മെയിൽ ഗ്യാമറ്റും ഫോം ചെയ്യുന്നു. സൈഗോട്ട് ആവുന്നു, ഊക്കൈനേറ്റ് ആവുന്നു, സിസ്റ്റ് ആവുന്നു, സ്പോറോഗണി ആവുന്നു, സ്പോറോസോയിറ്റ് ആവുന്നു. അപ്പം ഇങ്ങനെയാണ് അവരുടെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആയിട്ടുള്ള സ്പോറോസോയിറ്റ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ വീണ്ടും ഈ ഒരു ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആയിട്ടുള്ള സ്പോറോസോയിറ്റ് ഉള്ള മോസ്കിറ്റോ വീണ്ടും വേറൊരു മാനിനെ ബൈറ്റ് ചെയ്യുകയും അപ്പം അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു മാനായിരിക്കും അത്. അപ്പോൾ അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മാനിലേക്ക് വീണ്ടും ആ ഒരു സ്പോറോസോയിറ്റ് സ്റ്റേജ് ഉണ്ടാകുന്നു. അപ്പോൾ എഗെയിൻ
അത് കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മാനിനെ വേറൊരു മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്യുമ്പോൾ ആ മോസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആവുകയും വീണ്ടും ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് ഒരു മോസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മോസ്കിറ്റോ ഒരു മനുഷ്യനിലേക്ക് എത്തിയാൽ പിന്നെ ആ മനുഷ്യനെ കൊതുക് കടിച്ചാൽ ആ മനുഷ്യനെ വേറൊരു കൊതുക് കടിച്ചാൽ ആ കൊതുക് ഇൻഫെക്റ്റഡ് ആവുന്നു. അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ ലൈഫ് സൈക്കിൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലേറിയ പോലുള്ള ഡിസീസസ് നമ്മുടെ ഇപ്പോൾ ഒരു പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ ആ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പടരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്. മാത്രമല്ല അവരുടെ ഇൻക്യുബേഷൻ പീരീഡ് വെറും ആ ഒരു ലൈഫ് സൈക്കിൾ അവർക്ക് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പീരീഡ് വെറും 2 ദിവസം മാത്രമാണ്. അതായത് 48 മണിക്കൂർ മാത്രം മതി അവർക്ക്. സോ അതാണ് അതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. ഇത്രയ്ക്ക് പാടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് നമ്മളിൽ തന്നെ നടക്കുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ കുറച്ച് ആ ഒരു ടേംസും പഠിക്കണം, പിന്നെ ആ ഒരു ഓർഡറും അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം വൈവാക്സ്. ഇനി നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റഡി വെൽ, സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു.